അല്ലാഹു 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 അല്ലാഹു. വല്ലാത്ത വചനമാണ് ഹബീബായ നബി തങ്ങളുടെ ഈ വചനം. ലോകത്തിന്റെ നായകന്റെ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയട്ടെ, നമ്മുടെ കർണപുടങ്ങളിൽ അലികൊള്ളിക്കൊള്ളട്ടെ. ഓ മുഅ്മിനായ സഹോദര, ഓ മുഅ്മിനത്തായ സഹോദരി, നിന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തേണ്ട പദമാണ് ലോകത്തിന്റെ നായകന്റെ ഈ വചനം. ഹബീബായ നബി തങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബയെ മാത്രമല്ല ഖബറിടുക്കിയിട്ടുള്ളത് കേൾക്കണോ നിങ്ങൾക്ക്? എന്റെ പ്രിയപ്പെട്ട മകൻ ഖാസിമിനെയും മാത്രമല്ല. വലൽ ഇബ്രാഹീം വലൽ ഇബ്രാഹീം അല്ലദീ അസ്ഗറ മിൻഹു. എന്റെ പ്രിയപ്പെട്ട മകനായ സൈനബയെയും എന്റെ പ്രിയപ്പെട്ട മകനാകുന്ന സൈനബയെയും എന്റെ ഖാസിമിനെയും മാത്രമല്ല, എന്റെ ഏറ്റവും ഇളയ മകനാകുന്ന ഇബ്രാഹിം എന്ന മകനെ പോലും ഖബർ വെറുതെ വിട്ടില്ല സ്വഹാബ. ആരാണ് പറയുന്നത് സഹോദര? കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകന്റെ വചനമാണ്, ആ പ്രവാചകന്റെ നൊമ്പരപ്പെടലാണ്, ആ പ്രവാചകന്റെ കണ്ണീരാണ്. അള്ളാന്റെ റസൂൽ വചനം പറഞ്ഞപ്പോ സഹാബത്ത് മുഴുവനും പൊട്ടിക്കരഞ്ഞുപോയി, സഹാബത്ത് മുഴുവനും കരഞ്ഞുപോയി. ഹബീബായ നബി തങ്ങളുടെ സൈനബ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകളെ ഖബറടക്കിയിട്ട് ആ ഖബറിന്റെ ഓരത്ത് നിന്ന് കരയുന്നത് എന്തിനാണെന്ന് ലോകത്തിന്റെ നായകനോട് ചോദിച്ചപ്പോ എന്റെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ഖബറിന്റെ അകത്തിളത്ത് നിന്ന് വല്ലാത്ത ശബ്ദം കേട്ടു സാബ. എന്നാൽ എന്റെ മകനാകുന്ന സൈനബയെ മാത്രമല്ല, ഖാസിം എന്ന് പറയുന്ന മകനെയും അതിനേക്കാൾ ഇളം പ്രായക്കാരനാകുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന മകനെയും ഖബർ ശക്തമായി ഇടുക്കിയിട്ടുണ്ട് എന്ന് ലോകത്തിന്റെ നായകൻ അവിടുത്തെ മക്കളെ കുറിച്ച് പറയുമ്പോ വലിയ കുലമഹിമയും കുലീനതയും തറവാടും സമ്പത്ത് മഹിമയും പറയുന്ന നമ്മുടെ അവസ്ഥ ഖബറിൽ എന്തായിരിക്കും സഹോദര? നമ്മളെ ഖബർ സമീപിക്കുന്നത് ഏത് നിരക്കായിരിക്കും സഹോദര? അള്ളാന്റെ റസൂല് സഹാബത്തിനെ തൊട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹബീബായ നബി തങ്ങൾ അവിടെ നിന്നുകൊണ്ട് സഹാബത്തെ കിറാമിന് പറഞ്ഞു കൊടുക്കുന്നു, ഫവല്ലാഹി ഇന്ന ലിൽ ഖബരി ലളഗ്താ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തെ കിറാമിനോട് അവരോടായി പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഞെട്ടിയോ? നിങ്ങൾ പേടിച്ചു പോയോ? നിങ്ങൾ നൊമ്പരപ്പെട്ടോ? ഖബറിൽ എന്റെ മക്കളെ ഇടുക്കിയത് കേട്ടിട്ട് നിങ്ങൾ ഭയപ്പെട്ടോ? എന്നാൽ നിങ്ങൾ പേടിക്കണം കേട്ടോ, നൊമ്പരപ്പെടണം കേട്ടോ. ഫവല്ലാഹി ഇന്ന ലിൽ ഖബരി ലളഗ്താ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്താവായ സർവേശ്വരനും സർവാധിപതിയും സർവലോക സംരക്ഷകനുമായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇന്ന ലിൽ ഖബരി ലളഗ്താ. നിശ്ചയം ഖബറിലേക്ക് കൊണ്ടുപോയി ഏതൊരു വ്യക്തിയെ കൊണ്ടുപോയി വെച്ചാലും ആ ഖബറിന് ഒരിടുക്കമുണ്ടേ, ഞെരുക്കമുണ്ടേ എന്ന് ഹബീബ് റസൂലുള്ളാഹി. വലൗ സമിഅ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലൗ നജാ അഹദും മിൻഹു ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബർ ലനജാ സഅദ് ബിൻ മുആദ്. ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ലനജാ സഅദ് ബിൻ മുആദ്. എന്റെ പ്രിയപ്പെട്ട അനുയായിയായ അൻസാരികളുടെ നേതാവായ മഹാനായ സഅദ് ബിൻ മുആദ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട അനുയായി ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെന്ന് ഹബീബ് റസൂലുള്ളാഹി. അഥവാ സഅദ് ബിൻ മുആദ് പോലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല റളിയല്ലാഹു അൻഹു. എന്തിനു വേണ്ടിയായി ഖബറിന്റെ ഇടുക്കം വെച്ചിരിക്കുന്നത്? ആദ്യം നമ്മൾ പഠിക്കണം.
ഖബർ എന്തായാലും എടുക്കും. ഏതൊരു വ്യക്തിയും, മോമിനാകട്ടെ അവിശ്വാസിയാകട്ടെ, ഏതൊരു വ്യക്തിയും ഖബറിൽ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ ഖബറൊന്ന് എടുക്കും, ഖബറൊന്ന് ചുംബിക്കും, ഖബറൊന്ന് പുണരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ജീവിതത്തിൽ മനുഷ്യൻ ചെയ്തതായ സുഹൃതങ്ങൾക്ക് പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അത്രേ ഖബറിൽ എടുക്കം വെച്ചിരിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ച നമസ്കാരങ്ങളും, നമ്മൾ പിടിച്ചുവീട്ടിയതായ നോമ്പുകളും, നമ്മൾ കൊടുത്തുവീട്ടിയ സക്കാത്തുകളും, നമ്മൾ അനുഷ്ഠിച്ച ഹജ്ജും, നമ്മൾ കൊടുത്തുവീട്ടിയ സ്വതക്കയുമൊക്കെ അതിലുള്ള പോരായ്മകൾ, അതിലുള്ള നിയ്യത്ത്, അതിലുള്ള ഇഖ്ലാസ്, പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകളെ പരിഹരിക്കുന്ന നിലയ്ക്ക് ഖബറിൽ ചെല്ലുമ്പോൾ ആദ്യമായി ഒരു ഇടുക്കമുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഖബറിൽ ഏകദേശം നല്ല ഇടുക്കമുണ്ടാകുമെന്നുള്ളത് ഓരോരുത്തർക്കും തീർച്ചയായും. അള്ളാഹു ഇനിയുള്ള ഈ സമയം നമുക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ട് നല്ല നിയ്യത്തോടുകൂടി, എന്തായാലും നമസ്കരിക്കുന്നുണ്ട്, നമ്മൾ നമസ്കരിക്കുമ്പോൾ നല്ല നിയ്യത്തും നല്ല ശുഷ്കാന്തിയും നല്ലൊരു ഹൃദയഭക്തിയോടുകൂടി നമസ്കരിക്കുന്നു. നോമ്പ് പിടിക്കുമ്പോൾ നല്ല ഒരു ഈമാനോടുകൂടി, ആർക്കെങ്കിലും 10 രൂപ കൊടുക്കുമ്പോൾ നല്ല ഒരു നിയ്യത്ത് വെച്ചിട്ട്, ബക്കറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ നല്ലൊരു നിയ്യത്ത് വെച്ചിട്ട് ആ നിലയ്ക്ക് നമ്മൾ പോകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇല്ലെങ്കിൽ ഖബറിൽ നമ്മളെ എടുക്കുന്നത് വല്ലാത്ത നിലയ്ക്കായിരിക്കും. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെയും അള്ളാന്റെ റസൂലിന്റെ മക്കളെയും ഒക്കെ ഇടുക്കിയത് ആ ഖബർ ചുംബനം കൊടുത്തുകൊണ്ട്, ഖബറൊന്ന് ചുംബിച്ചു മാറി നമ്മളെയൊക്കെ ആ നിലയ്ക്കായിരിക്കില്ല, വാരികല്ലുകൾ കോർക്കുന്ന നിലയ്ക്ക് വല്ലാത്ത ശബ്ദത്തോടുകൂടി, ഭീമമായ ശബ്ദത്തോടുകൂടി ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗങ്ങളെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആരാണെന്നറിയുമോ നിങ്ങൾക്ക്? അള്ളാന്റെ അർശ് കുലുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിന്റെ മരണം ആ വാർത്ത കേട്ടുകൊണ്ടാണ്. وَمَهْتَزَّ عَرْشُ اللَّهِ مِنْ أَجْلِ خَالِقِهِ سَمِعْنَا بِهِ إِلَّا لِسَعْدٍ أَبَى أَمْرِي. ആകാശത്തിന്റെ അധിപനും ഭൂമിയുടെ അധിപനുമായ ജഗന്നിയന്താവായ പടച്ചിറപ്പിന്റെ അർശ് കുലുങ്ങിയത് മഹാനായ സഅദ് ബിൻ മുആദിന്റെ മരണവാർത്ത കേട്ടപ്പോഴാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്രമാത്രം വ്യക്തിത്വമായിരുന്നുവത്രേ സഅദ് ബിൻ മുആദ്. അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തിന്റെ നായകൻ, സഹാബത്തെന്ന് പറയുന്ന അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളോടും പേര് പറഞ്ഞു, ഖൂമൂ ലിസയ്യിദിക്കും, ഖൂമൂ ലിസയ്യിദിക്കും. നിങ്ങളുടെ നേതാവിന് വേണ്ടി, നിങ്ങളുടെ നേതാവായ സഅദ് ബിൻ മുആദ് കടന്നു വരുന്നുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് എണീറ്റ് നിൽക്കണേ, എണീറ്റ് നിൽക്കണേ, ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി വർത്തിക്കണേ എന്ന് അൻസാരികളുടെ നേതാവായി അവരെ പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂൽ വർണ്ണവലിപ്പം പറഞ്ഞ ഉന്നതനായ വ്യക്തിത്വമാണ് മഹാനായ സഅദ് ബിൻ മുആദ്. അവിടുന്ന് ഈ ലോകത്തോട് മരണപ്പെട്ടപ്പോ, അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് നടക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? വിരലുകൾ കുത്തിയിട്ടാണ് ലോകത്തിന്റെ നായകൻ നടക്കുന്നത്. കാലുകൾ നിലത്ത് നല്ലതുപോലെ നിലത്തുറപ്പിക്കുന്നില്ല. സ്വഹാബത്ത് മുഴുവനും ആശ്ചര്യത്തോടുകൂടി ചോദിച്ചു, യാ റസൂലല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് മുഴുവനും ഒന്നടങ്കം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ കാലിനെന്തു പറ്റി ഹബീബേ? അവിടുന്ന് വല്ലാത്ത വേദനപ്പെടുന്നുണ്ടല്ലോ. അവിടുന്ന് നടക്കുമ്പോൾ കാലിന്റെ വിരലുകൾ കുത്തിയിട്ടാണല്ലോ ഇത്തരത്തിൽ പ്രയാസം സഹിച്ചുകൊണ്ട് നടക്കുന്നത്. അവിടുത്തെ കാലിൽ വല്ല ചരൽക്കൊല്ലുകൾ പതിച്ചോ, അതല്ല ചൂടേറ്റിട്ടുകൊണ്ടാണോ, വല്ല കല്ലുമുൾ ചെടികൾ പതിച്ചിട്ടാണോ? ഹബീബായ നബി തങ്ങൾ ഉടനെ തന്നെ സഹാബത്തെ കിറാമിനോട് പറഞ്ഞു, ഇല്ല സഹാബ, എന്റെ കാലിൽ ഒരു മുള്ളും തറച്ചിട്ടില്ല, എന്റെ കാലിൽ ചരൽക്കല്ലുകൾ കുത്തിയിട്ടില്ല, യാതൊരു പ്രശ്നവും എനിക്കില്ല. മറിച്ച് ഞാൻ ഈ രീതിക്ക് നടക്കുന്നത് എന്തെന്നറിയുമോ? ഞാൻ ഈ രീതിയിൽ നടക്കുന്നത് എന്തെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേവരെ സൃഷ്ടിച്ചിട്ടില്ലാത്തതായ 70,000 മലക്കുകളെ മഹാനായ സഅദ് ബിൻ മുആദിന്റെ മരണവാർത്ത കേട്ടുകൊണ്ട് പുതുതായി 70,000 മലക്കുകളെ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജനാസയെ അനുഗമിക്കാൻ മാത്രം ഇറക്കി വിടുകയാണ്.
അവർ ഈ റോഡിലൂടെ തിങ്ങിനിറഞ്ഞ് നടന്നിട്ട് എനിക്ക് നടക്കാൻ കഴിയുന്നില്ല സഹബ, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല സഹബ എന്ന് ലോകത്തിന്റെ നായകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമാത്രം ജനാസയുടെ വർണ്ണവലിപ്പം പറഞ്ഞ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുവന്ന ഖബറിൽ വെച്ചപ്പോഴും ലോകത്തിന്റെ നായകൻ കേട്ടുകെട്ടോ ആ ഖബറിന്റെ കത്തളത്ത് നിന്ന് വല്ലാത്ത ശബ്ദം. ആ ഖബർ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതുപോലെ ഒന്നിടിക്കുകട്ടോ ഞെരിക്കുകട്ടോ. ഇന്നലിൽ ഖബരി ലളഗ്താ, ഖബറിനൊരു ഇടുക്കമുണ്ട്, ഞെരുക്കമുണ്ട്. ഖബറെന്നോ കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കീഴടക്കേണ്ടതാണ് സമാന. സമ്പാദ്യ മുതലിൽ നീന്ന് മോനക്ക് ഫാന, അത് മാത്രമല്ലതിലെപ്പോഴും വഹദാന. മണ്ണിന്റെ തലയിണ് യാണതിൽ നീനക്കുള്ളത്, നെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത്. അതിനുള്ള ബാബുകൾ ഭദ്രമായി പോട്ടുന്നതാ, താക്കോല് ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. ഖബറിന്റെ ഇടുക്കത്തെക്കുറിച്ച്, അതിന്റെ ഞെരുക്കത്തും അതിന്റെ പ്രയാസങ്ങളും നൊമ്പരങ്ങളെക്കുറിച്ച് മഹാനായ തഴവാ ഉസ്താദ് നവ്വറല്ലാഹു മർകദഹു, അവിടുത്തെ ദറജയെ അല്ലാഹു ഉയർത്തുമാറാവട്ടെ, അവിടുത്തെ മദദ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവിടുത്തെ അൽമവാഹിബുൽ ജനിയയിലൂടെ ലോകത്തിന് വെളിച്ചം വീശുകയാണ്. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന്, അതിന്റെ പ്രയാസത്തിൽ നിന്ന്, നൊമ്പരത്തിൽ നിന്ന് ഏതൊരു വ്യക്തിയും രക്ഷപ്പെടണമോ അവന്റെ ജീവിതം സുഹൃതം നിറയ്ക്കണേ, അവന്റെ ജീവിതം നന്നാക്കണേ. ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മഹദിയുണ്ട്. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തിത്വമുണ്ട്. ആരാണെന്നറിയുമോ നിങ്ങൾക്ക്? അത് പറയണമെങ്കിൽ ഈ കൂട്ടത്തിൽ നിന്ന് ആരാണ് ഒരു 3000 രൂപ ഈ സദസ്സിലേക്ക് നൽകാൻ സംഭാവന? 3000 രൂപ പരിശുദ്ധമായി മജ്‌ലിസിലേക്ക് നൽകാൻ സംഭാവന ആരാണ്? അതിൽ ധൈര്യം കാണിക്കുന്നത് ഇവിടുത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്? ആദ്യമായി ചോദിക്കുമ്പോൾ ഫസ്തിലെ തന്നെ ചാടിയെണീറ്റ് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ ലബ്ബൈക യാ റസൂലല്ലാഹ്, എന്റെ സർവ്വതും അവിടത്തേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിത്വങ്ങളായിട്ട് ആരാണുള്ളത്? ഈ നാട്ടിലെ ഏറ്റവും നല്ല വ്യക്തിത്വമായി, ഈ നാട്ടിലെ ഏറ്റവും നല്ല കാരണവരായി, ഈ നാട്ടിലെ ഏറ്റവും ദീനീ സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിത്വമായി നിൽക്കുന്ന ആരാണ്? 3000 രൂപ നൽകാൻ എത്തിയത്. 3000 രൂപ പരിശുദ്ധമായി മജ്‌ലിസിലേക്ക് ഇപ്പോൾ നൽകേണ്ടതില്ല, അടുത്ത ദിവസം നൽകിയാൽ മതി. പേര് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. സഹോദരിമാരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ വേഗം അവരുടെ പേര് കൊണ്ടുവരണം. പേര് പറയണം. അദ്ദേഹത്തിന്റെ പേരൊന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഒരാൾ എണീറ്റ് ഒരു 3 സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മുത്താരയിൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹോദരൻ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു 2 ആൾ കൂടി എണീക്കണം. 2 ആൾ കൂടി വേഗം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹ്, ആ സഹോദരന് നീ ബറക്കത്ത് ചൊരിയണം അല്ലാഹ്.
പരിശുദ്ധമായ മജ്ലിസിലേക്ക് അല്ലാഹുവേ നിന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് നിന്റെ ഇൽമിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് ചോദിച്ചതായ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നൽകിയ സഹോദരന് നീ ബറക്കത്ത് ചൊരിയണം അല്ലാ. ആ സഹോദരന്റെ മുഴുവൻ ലക്ഷ്യങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണമല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. പ്രത്യേകിച്ച് ആറടി മണ്ണിന്റെ ഇരുട്ടറയിലുള്ള ചോദ്യങ്ങളെ തൊട്ട് അവിടെയുള്ള ബുദ്ധിമുട്ടുകളെ തൊട്ട് നീ കാത്തു രക്ഷിക്കണമല്ലാ. ആ ഖബറിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോ ഏതൊരു വ്യക്തിയെയും ഖബറെടുക്കുമെന്ന് പഠിപ്പിച്ചല്ലോ നിന്റെ ഹബീബ്. ഏതൊരു വ്യക്തിയെയും ഖബറിൽ കൊണ്ടുവന്ന് വെച്ചാൽ ആ ഖബറ് സമീപിക്കുന്നത് വല്ലാത്ത ഇടുക്കത്തോടുകൂടിയാണെന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. അത്തരത്തിൽ അദ്ദേഹത്തെ നീ പെടുത്തരുത് അല്ലാ. ആ ഖബറിന്റെ ഇടുക്കവും ഞെരുക്കവും അത് പ്രയാസരഹിതമാക്കി നല്ല രീതിയിൽ ആ സഹോദരനെ നീ മാറ്റണം അല്ലാ. ഈ സഹോദരിമാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും തന്നെ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കും നീ ബറക്കത്ത് ചൊരിയണം അല്ലാ. ഇനി ആരെല്ലാം ഈ സദസ്സിലേക്ക് സംഭാവനകൾ നൽകിയവരുണ്ടോ, ബക്കറ്റിൽ 5 രൂപയും 10 രൂപയും 50 നിക്ഷേപിച്ചവരുണ്ടോ, അവർക്കെല്ലാവർക്കും തന്നെ നീ ഖൈറും ബറക്കത്തും ചൊരിയണം അല്ലാ. നേരെയുള്ള വേഗം തങ്ങൾ വന്നിട്ടുണ്ട്, ദുആ ചെയ്യേണ്ടതാണ്. വേഗം 2 പേരും കൂടി വേഗം. 2500 നൽകാൻ. 2500 ഇന്ന് നൽകണ്ട, ഇല്ല അടുത്ത ദിവസങ്ങളിലായിട്ട് കൊടുത്താൽ മതി. പേര് കൊടുക്കുക, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം അവർക്ക്. കൊടുമുണ്ട അബൂബക്കർ ഹാജി അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർ റഹീമായ അല്ലാഹ്, ആ സഹോദരൻ നൽകിയതായ സംഭാവനയെ നീ കബൂൽ ചെയ്യണം അല്ലാഹ്. കൊടുമുണ്ട അബൂബക്കർ ഹാജി എന്ന് പറയുന്ന വ്യക്തിത്വം 2500 രൂപ ഈ പരിശുദ്ധമായ മജ്ലിസിലേക്ക് നൽകി. അതെല്ലാം തന്നെ നീ കബൂലാക്കണം അല്ലാഹ്. അദ്ദേഹത്തിന്റെ മുഴുവൻ ലക്ഷ്യങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണമല്ലാഹ്. ഹൃദയത്തിൽ നൂറുന്ന പല പല പ്രശ്നങ്ങളും ഉണ്ടാകും അല്ലാഹ്. ആ പ്രശ്നങ്ങളെല്ലാം പ്രയാസരഹിതമാക്കി ദൂരീകരിക്കണമല്ലാഹ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് നീ സമാധാനവും ശാന്തിയും നൽകണമല്ലാഹ്. പ്രത്യേകിച്ച് നാളെ ഖബറിന്റെ ഏകാന്തതയിൽ ഹബീബായ നബി തങ്ങളെ കാണിക്കുന്ന വേളയിൽ ഇതെന്റെ പ്രവാചകനാണ്, ഇതെന്റെ നബിയാണ്, മുത്തുനബിയാണെന്ന് ഉറക്കെ പറയുന്ന വേളയിൽ ആ സഹോദരന് സ്വർഗം കാണിക്കുകയും സ്വർഗീയമായ വാതാനങ്ങൾ തുറക്കുകയും ആ സ്വർഗത്തിന്റെ ആസ്വാദനകൾ ഖബറിലിരുന്നു കൊണ്ട് നുണയാനുള്ള മഹാസൗഭാഗ്യം ആ സഹോദരന് നീ സാധ്യമാക്കണം അല്ലാഹ്. നേരെ ഒരാൾ കൂടെ 2500 വേഗം വേഗം പറയണം. അവിടെ ബാക്കിൽ ഈ സൈഡിൽ ആരും ഇല്ലേ? മാ സുഹാബ് ഷിമാൽ ആരുമില്ല. അവിടെ സ്ത്രീകളുടെ ഭാഗത്ത് 2500 രൂപ ഒരു സ്ത്രീയും കൂടെ. 2 ആണുങ്ങൾ തന്നപ്പോ ഒരു സ്ത്രീ എന്തായാലും വരും ഇൻഷാ അല്ലാഹ്. സ്ത്രീകളുടെ ഭാഗത്ത് ഖദീജ ബീവി ആരാന്നറിയണോ? ആ ചരിത്രം കൂടെ പൂർത്തീകരിക്കാൻ ഇൻഷാ അല്ലാഹ്. ഖബറിന്റെ ഏകാന്തതയിൽ നിന്ന് അതിന്റെ ഇടുക്കത്തിൽ നിന്ന് ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായ ഒരു മഹദി ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സയ്യിദ് അവറുകൾ വന്നിട്ടുണ്ട്. ഈ ചരിത്രം കൂടി പറഞ്ഞ് തിരിയാം ഇൻഷാ അല്ലാഹ്. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ ഫാത്തിമയല്ല, മറിച്ച് ഇത് അസദിന്റെ മകൾ ഫാത്തിമ. അലിയാര് തങ്ങളുടെ മാതാവ്, അല്ലാഹുവിന്റെ റസൂലിന്റേതായ മരുമകൻ അലിയാര് തങ്ങളുടെ മാതാവ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടുപോയി. അതിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടുപോയി. എങ്ങനെയെന്നറിയുമോ? അത് ഹബീബായ നബി തങ്ങളോടുള്ള അദമ്യമായ പ്രേമമാ. ഹബീബായ നബി തങ്ങളുടെ പോറ്റുമ്മയായിരുന്നു. ലോകത്തിന്റെ നായകന്റെ ഉമ്മയ്ക്ക് ശേഷം പോറ്റുമ്മയായി വർത്തിച്ച ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. അവരുടെ മരണപ്പെട്ടപ്പോൾ ആ ജനാസ അനുഗമിച്ച ഹബീബായ നബി തങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജനാസയുമായിട്ട് പോകുകയാണ്. ജനാസ തോളത്തെടുത്തു വെച്ചുകൊണ്ട് ലോകത്തിന്റെ നായകൻ നടന്നു പോകുമ്പോ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ നൊമ്പരപ്പെടുന്നു, പ്രയാസം അനുഭവിക്കുന്നു. ഹബീബായ നബി തങ്ങൾ ജനാസ അല്പനേരം ചുമന്നിട്ട് സ്വഹാബത്തിനെ ഏൽപ്പിച്ച് മുമ്പിൽ നടക്കുന്നു. ഹബീബായ നബി തങ്ങൾ പിന്നെ പിറകിൽ നടക്കുന്നു. ആ ജനാസയുടെ മുമ്പും പിറകുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ വല്ലാതെ വ്യസനിച്ചതുപോലെ, എന്തോ വല്ല പ്രയാസം നേരിട്ടതുപോലെ, എന്തോ വലിയ ദുഃഖം കണ്ടതുപോലെ ലോകത്തിന്റെ നായകൻ ഖബറിന്റെ ഓരത്തേക്ക് കൊണ്ടുവന്ന് ആ ഖബറിന്റെ സമീപത്ത് കൊണ്ടുവന്ന് ജനാസ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ ജനാസ വെച്ചിട്ട് ഖബറിനകത്തേക്ക് ഇറങ്ങുകയാണ്.
ഖബറിനകത്തേക്ക് ലോകത്തിന്റെ നായകൻ ഇറങ്ങിയിട്ട് അവിടുത്തെ ശരീരത്തിൽ കടന്നതായ കമീസ് അതതാ ഊരിക്കൊടുക്കുകയാണ്, അത് ധരിപ്പിക്കുന്നു. ആ ഖബറിൽ കടുത്തു കൊടുക്കുന്നു, ആ ഉമ്മാക്ക് ധരിപ്പിച്ചിട്ട് ആ ഖബറിനകത്ത് കടന്നിട്ട് ലോകത്തിന്റെ നായകൻ ഹദീസിൽ കാണാം, ഫതമഹക ഫീ ഖബരിഹാ, ഖബറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഖബറിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ആകാശത്തിന്റെ അധിപനിലേക്ക് ദർബാറിലേക്ക് കരമുയർത്തിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മി ബഅദ ഉമ്മി بحق نبيك والأنبياء الذين من قبلي. അല്ലാഹുവിന്റെ റസൂലേ, നിന്റെ നബിയുടെ ഹക്ക് കൊണ്ടും മുൻകഴിഞ്ഞു പോയ സർവ്വ അംബിയാ മുർസലുകളുടെ ഹക്ക് കൊണ്ടും ഹക്ക് ജാഗ് ബറക്കത്ത് കൊണ്ടും എന്റെ ഉമ്മയ്ക്ക് ശേഷം പോറ്റുമ്മയായി വന്ന ഈ ഉമ്മയ്ക്ക് നീ പൊറുത്തു കൊടുക്കണേ നാഥാ എന്ന് ജഗന്നിയന്താവായ പടച്ച റബ്ബിനോട് അല്ലാഹുവിന്റെ റസൂല് ആ ഖബറിന്റെ കത്തളത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോ, അതിനുശേഷം ആ ജനാസ എടുത്തുകൊണ്ട് ഖബറിലേക്ക് വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം മേനി ഭക്ഷിച്ചതായ ആ ജുബ്ബ ധരിച്ചതിന്റെ പേരിൽ ആ ഉമ്മയെ ഖബർ എടുക്കുന്നില്ല, നിരക്കുന്നില്ല. ആ ഖബർ നല്ല രീതിയിൽ സമീപിച്ചുവത്രേ. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം നേടിയ വ്യക്തിത്വമാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. അല്ലാഹു അത്തരത്തിലുള്ള മഹോന്നതരായ വ്യക്തിത്വങ്ങളിൽ, അത്തരത്തിലുള്ള ഉമ്മമാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.